ഹോളിവുഡിന്റെ കുന്നുകളിലൂടെ സഞ്ചാരം തുടരുകയാണ്. ഒരു ടൂർ കമ്പനിയുടെ ബസ്സിൽ കുറെ സഞ്ചാരികൾക്കൊപ്പമാണ് ഹോളിവുഡിലെ സെലിബ്രിറ്റികളുടെ വീടുകൾ കണ്ടുകൊണ്ടുള്ള യാത്ര. ഈ കുന്നിൻ മുകളിൽ കാണുന്ന വീട് പ്രശസ്തനായ ഒരു പോപ്പ് സംഗീതജ്ഞന്റേതാണ്. ചെറുപ്രായത്തിൽ തന്നെ പോപ്പ് സംഗീതത്തിലൂടെ പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തിയ ജസ്റ്റിൻ ബീബറുടെ വീട്. ആ വീട് കണ്ടിരിക്കുമ്പോൾ ബീബറുടെ വളർച്ചയെക്കുറിച്ച് ഓർക്കുകയായിരുന്നു ഞാൻ. ഇപ്പോൾ 19 വയസ്സേ ഉള്ളൂ കാനഡയിൽ ജനിച്ച ജസ്റ്റിൻ ബീബറിന്. ഒരു വർഷം കൊണ്ട് ബീബറുടെ 1.5 കോടി ആൽബമാണ് ലോകത്ത് വിറ്റഴിയുന്നത്. $1 കോടി വീടാണ് അദ്ദേഹം ഇവിടെ പണിതിരിക്കുന്നത്. ഇതാ മറ്റൊരു താരഭവനം. മെൽ ഗിബ്സന്റെ വീടാണിത്. താഴ്വാരത്ത് കാണുന്ന ഈ കെട്ടിട സമുച്ചയമാണ് ലോക സിനിമാ രംഗത്ത് പ്രശസ്തമായ യൂണിവേഴ്സൽ സ്റ്റുഡിയോസ്. ഷൂട്ടിംഗ് ഫ്ലോറുകളും സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ നടക്കുന്ന അത്യാധുനിക സംവിധാനങ്ങളുമൊക്കെ ഉൾപ്പെടുന്ന അതിവിശാലമായൊരു സ്റ്റുഡിയോ കോംപ്ലക്സ് ആണത്. ഒരു ടൗൺഷിപ്പ് തന്നെയാണ് അതെന്ന് പറയാം. ഷൂട്ടിംഗ് ഇല്ലാത്ത ഫ്ലോറുകളിൽ അവിടെ സഞ്ചാരികൾക്ക് പ്രവേശനമുണ്ട്. വീണ്ടും മുന്നോട്ടു പോകുമ്പോൾ പാതയോരത്ത് ചെറിയ കടകൾ കാണാം. ഹോളിവുഡ് താരങ്ങളുടെ പ്രിയപ്പെട്ട ഷോപ്പുകൾ. അവർ ഷോപ്പിങ്ങിനിറങ്ങുന്ന വഴികളാണ് ഇതെല്ലാം. അവരുടെ ഗെറ്റ് ടുഗദർ പാർട്ടികൾ നടക്കുന്ന ഹോട്ടലുകൾ. ചെറിയ കടകളെന്ന് തോന്നുമെങ്കിലും വൻ വിലയുള്ള വസ്ത്രങ്ങളുടെയും ആഭരണങ്ങളുടെയും ഷോറൂമുകളാണ് എല്ലാം. ഷോപ്പിംഗിനായി നക്ഷത്രങ്ങൾ ഭൂമിയിലിറങ്ങുന്ന ഇടം എന്നാണ് ഹോളിവുഡിലെ പാതയോരങ്ങളിൽ കാണുന്ന ഈ കടകളുടെയൊക്കെ വിശേഷണം തന്നെ. കോടീശ്വരന്മാർക്ക് മാത്രം പ്രാപ്യമാകുന്നതാണ് ഹോളിവുഡിൽ നാം കാണുന്ന പലതുമെന്നതാണ് യാഥാർത്ഥ്യം. വിനോദ വ്യവസായത്തിന്റെ ഭാഗമായി ലോകപ്രശസ്തരും കോടീശ്വരന്മാരുമായവരുടെ വാസപ്രദേശമാണിത്. സാധാരണക്കാരുടെ ഒന്നും വീടുകളോ സ്ഥാപനങ്ങളോ ഹോളിവുഡിൽ കാണില്ല. ഇങ്ങനെയൊരു ഉൾവഴിയിലൂടെ പോകുമ്പോൾ ഇവിടെ ഒരു ഗേറ്റ് കാണാം. മൈക്കിൾ ജാക്സൺ താമസിച്ചിരുന്ന വീടാണിത്. അദ്ദേഹം മരിച്ചത് ഈ വീട്ടിൽ വച്ചാണ്. ജാക്സന്റെ മരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും വ്യവഹാരങ്ങളും ഇനിയും ഒടുങ്ങിയിട്ടില്ല. കൂടിയ തോതിൽ മരുന്നു നൽകിയതാണ് ആ സംഗീത ചക്രവർത്തി മരണത്തിന് കീഴ്പ്പെടാൻ കാരണമെന്ന ആരോപണം നിലനിൽക്കുകയാണ്. ഇതിന്റെ പേരിൽ ജാക്സന്റെ ഡോക്ടർ നിയമ നടപടികൾ നേരിടുകയുമാണ് ഇപ്പോൾ. ബസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് മറ്റൊരു പ്രമുഖന്റെ വീടിന് മുന്നിലാണ്. ജാക്കി ചാന്റെ വീടാണിത്. അദ്ദേഹത്തിന്റെ സ്ഥിരവാസം ഹോങ്കോങ്ങിലാണെങ്കിലും ഹോളിവുഡിൽ വരുമ്പോൾ താമസിക്കുന്ന വീടാണ് കണ്ടത്. ഇത്തരത്തിലുള്ള നിരവധി പ്രമുഖർ ലോക സിനിമയിൽ അഭിനയരംഗത്തും സാങ്കേതിക രംഗത്തും ഉയരങ്ങൾ കീഴടക്കിയവർ, സംഗീതത്തിലൂടെ ലോകാരാധ്യരായവർ, ഫുട്ബോൾ ഉൾപ്പെടെയുള്ള കായിക ഇനങ്ങളിലൂടെ സെലിബ്രിറ്റികളായി മാറിയവർ, ബിസിനസ്സിലൂടെ ലോകമെങ്ങും അറിയപ്പെടുന്നവർ, അവരൊക്കെ ഹോളിവുഡിന്റെ കുന്നുകളിൽ വീടുകൾ സ്വന്തമാക്കിയിരിക്കുന്നു. ഇത്രയധികം സെലിബ്രിറ്റികൾ ഒന്നിച്ചു വസിക്കുന്ന ഒരു പ്രദേശം ലോകത്ത് മറ്റെവിടെയുമില്ല. ചില വീടുകളുടെ രൂപം തന്നെ രസകരമാണ്. സ്ട്രീറ്റുകൾക്ക് പോലുമുണ്ട് വേറിട്ടൊരു മനോഹാരിത. വലിയൊരു ഉദ്യാനം പോലെ. റോഡിയോ ഡ്രൈവ് എന്നറിയപ്പെടുന്ന പാതയിലേക്കാണ് ഇപ്പോൾ ബസ് എത്തിയിരിക്കുന്നത്. ബെവേർലി ഹിൽസ് എന്ന പ്രദേശമാണിത്. അമേരിക്കയിലെ തന്നെ അതിസമ്പന്നർ താമസിക്കുന്ന ഒരു പ്രദേശമാണ് ബെവേർലി ഹിൽസ്. ആ സമ്പന്നർ ഷോപ്പിംഗിനിറങ്ങുന്ന സ്ട്രീറ്റുകളാണിത്. ലോകത്തെ ഏറ്റവും പ്രമുഖമായ ബ്രാൻഡുകളുടെ ഷോറൂമുകളാണ് ഈ പാതയുടെ ഇരുവശവും കാണുന്നത്. വസ്ത്രമോ ആഭരണമോ ബാഗോ പാദരക്ഷയോ ആകട്ടെ വൻ വിലയായിരിക്കും അതിനെല്ലാം ഇവിടെ. ലോകത്ത് ഏറ്റവും പ്രതിഫലം പറ്റുന്ന ആളുകളാണ് അതൊക്കെ വാങ്ങാൻ ഈ സ്ഥാപനങ്ങളിൽ കയറുന്നത് എന്നതാണ് ഈ കൂടിയ വിലയുടെ കാരണം. ധാരാളം ടൂറിസ്റ്റുകളെ റോഡിയോ ഡ്രൈവിന്റെ ഓരങ്ങളിൽ കാണാം. ഷോപ്പിങ്ങിനെത്തുന്ന ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയെ നേരിൽ ഒരു നോക്ക് കാണാനാവുമെന്ന പ്രതീക്ഷയോടെയാണ് അവർ ഈ തെരുവോരത്തുകൂടി നടക്കുന്നത്.
വിനോദ വ്യവസായത്തിന്റെ ലോക തലസ്ഥാനത്തെ സുന്ദരമായ സ്ട്രീറ്റിലൂടെ വഴിയോര കാഴ്ചകൾ കണ്ടുകൊണ്ടുള്ള ഈ യാത്ര തന്നെ ഒരനുഭവമാണ്. ഇതൊരു വിസ്മയ ലോകമാണെന്ന് തോന്നിപ്പോകും. സാധാരണക്കാർക്ക് മനസ്സിൽ വിഭാവനം ചെയ്യാൻ പോലും ആകാത്ത ഒരു ലോകം. നമ്മുടെ വലിയ സ്വപ്നങ്ങളിൽ പോലും സങ്കല്പിക്കാൻ കഴിയാത്ത ഉന്നതവും വിചിത്രവുമായ ജീവിത രീതികളുള്ള ആളുകൾ വസിക്കുന്ന ഒരു പ്രദേശം. നമ്മൾ വായിച്ചറിഞ്ഞവരും സിനിമയിലൂടെ പരിചയിച്ചവരുമായ ആളുകൾ അവരുടെ ജീവിതം ആഘോഷമാക്കുന്നത് ഇവിടെയാണ്. നാം ഒരു വസ്ത്രം വാങ്ങാൻ മുടക്കുന്ന സംഖ്യയുടെ നിരവധി മടങ്ങുവരെ തുക മുടക്കിയാണ് അവർ ഈ കടകളിൽ നിന്ന് അത് വാങ്ങുന്നത്. ഇന്ത്യയിലോ ബംഗ്ലാദേശിലോ ചെറിയൊരു നെയ്ത്തുശാലയിൽ രൂപമെടുത്ത വസ്ത്രമായിരിക്കാം അത്. പക്ഷേ ഇവിടെ എത്തുമ്പോൾ അതിന്റെ മൂല്യം അചിന്ത്യമാം രീതിയിൽ ഉയരുന്നു. അത് വാങ്ങി അണിയാൻ പോകുന്നവരുടെ മൂല്യമാണ് ആ വസ്ത്രത്തിന്റെ വിലയിൽ പ്രതിഫലിക്കുക. റോഡിയോ ഡ്രൈവിൽ ബസ് നിന്നു. ഇവിടെ കുറച്ചുനേരം നടക്കാം. 1 മണിക്കൂറിനു ശേഷമേ ഇനി ബസ് എത്തൂ. അതിസമ്പന്നരുടെ ഈ ഷോപ്പിംഗ് സ്ട്രീറ്റിലൂടെ ഒന്ന് നടക്കാമെന്ന് തീരുമാനിച്ചു. ഇവിടെ ടോർസോ എന്നൊരു ശില്പമുണ്ട്. ലോകമെങ്ങുമുള്ള ഫാഷൻ ഡിസൈനർമാർക്കുള്ള ആദരമായി സ്ഥാപിച്ചതാണ് ഇത്. റോഡിയോ ഡ്രൈവിൽ വാഹനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ചില പ്രദേശങ്ങളുണ്ട്. ആ വഴികളിലൂടെ ചുറ്റി നടക്കാം. ഫാഷന്റെ ഏറ്റവും പുതിയ തരത്തിലുള്ള ഒരു പ്രദേശമാണിത്. ടൂറിസ്റ്റുകളുമായി സൈറ്റ് സീയിങ് ബസ് കടന്നുപോകുന്നു. ലോസ് ആഞ്ചലസ് കാണാനെത്തുന്ന ആളുകൾ $50 ടിക്കറ്റ് എടുത്ത് ഈ ബസ്സുകളിൽ കയറുന്നു. ഒരു തെരുവ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാകുന്ന അത്ഭുതമാണത്. ജപ്പാനിൽ നിന്ന് വന്ന ഒരു സംഘം തെരുവിനെ പശ്ചാത്തലമാക്കി ഫോട്ടോ എടുക്കുന്നു. കടകളുടെ ഭംഗിയും ഗാംഭീര്യവും കല്ലുപാകി സുന്ദരമാക്കിയ പാതയുടെ വൃത്തിയുമൊക്കെ ശ്രദ്ധേയം. ഇതൊരു സെലിബ്രിറ്റി തെരുവ് തന്നെ എന്ന് മനസ്സിലാക്കാൻ ബോർഡുകളോ ചൂണ്ടുപലകകളോ വേണ്ട. ചെറിയൊരു കയറ്റം കയറിയാണ് നടക്കുന്നത്. പുറമേ നിന്ന് കാണുമ്പോൾ വലിയ പൊലിമയൊന്നും തോന്നില്ലെങ്കിലും ഉൾഭാഗം പ്രൗഢമായി ഡിസൈൻ ചെയ്യപ്പെട്ട കടകളാണ് ഇവിടെയുള്ളത്. പ്രശസ്തമായ ഹോളിവുഡ് സിനിമകളുടെ സെറ്റ് പോലെ ഒരുക്കി വച്ചിരിക്കുന്ന കടകളുമുണ്ട്. പാതയിലും വഴിയോരത്തെ വിളക്കുകാലിലുമെല്ലാം പൂച്ചെടികൾ. ചിലയിടത്ത് കാസ്റ്റ് അയൺ ഇരിപ്പിടങ്ങൾ. ഇളം തണുപ്പിൽ കാഴ്ചകൾ കണ്ടുകൊണ്ട് എത്ര നേരം വേണമെങ്കിലും ഇവിടെ ഇരിക്കാം. കൊതുക് മുളിപ്പറക്കുന്നില്ല. റോഡിൽ ആളെ വീഴ്ത്തുന്ന കുഴികളില്ല. കാതടപ്പിക്കുന്ന ഹോണും ശ്വാസം മുട്ടിക്കുന്ന പുകയുമായി പായുന്ന വാഹനങ്ങളുമില്ല. മനോഹരമായ കാഴ്ചകളിൽ മുഴുകിയിരിക്കുകയോ നടക്കുകയോ ചെയ്യാം. ഭംഗിയായി അലങ്കരിച്ചു വച്ചിരിക്കുന്ന വഴിയോര റെസ്റ്റോറന്റുകളുമുണ്ടിവിടെ. തൂവെള്ള വിരിയിട്ട മേശയും സുന്ദരൻ കസേരകളുമായി അവയങ്ങനെ ഒരുങ്ങിയിരിക്കുന്നു. ടൂറിസ്റ്റുകൾ മാത്രമല്ല, സെലിബ്രിറ്റികളും വന്നിരിക്കുന്ന കസേരകൾ. കല്ലുപാകിയ വഴിയിൽ നിന്നും പടവുകൾ ഇറങ്ങിയാൽ പ്രധാന തെരുവിലേക്ക് തന്നെ എത്താം. പാതയോരവും പടവുകളുമൊക്കെ മാർബിൾ പാകി മനോഹരമാക്കിയിരിക്കുന്നു. ഒരു ഭാഗത്ത് ചെറിയൊരു ഫൗണ്ടൻ. ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കാത്ത സഞ്ചാരികളില്ല. വാച്ചുകടയുടെ മുന്നിൽ ക്ലാസിക് ഭാവമുള്ള ഒരു ഘടികാരം. ലോകപ്രശസ്തരായ ഫാഷൻ ഡിസൈനേഴ്സിന്റെ വാചകങ്ങൾ ആലേഖനം ചെയ്ത ഓട്ടുഫലകങ്ങൾ നിലത്ത് പതിച്ചു വച്ചിരിക്കുന്നു. അതിലൊക്കെ അവരുടെ കയ്യൊപ്പുമുണ്ട്. ലോക ഫാഷന്റെയും ആഠ്യത്വത്തിന്റെയും തെരുവ്. ചില കടകളിൽ വിചിത്രമായ ഫാഷൻ വസ്ത്രങ്ങൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. താരങ്ങൾക്കുള്ള വസ്ത്രങ്ങൾ. ബസ് പുറപ്പെടുമെന്ന് പറഞ്ഞ സമയം അടുക്കുന്നു. തെരുവിൽ കാണുന്ന ചിലർ ഹോളിവുഡ് താരങ്ങളാണെന്ന് സംശയിച്ചു പോകും. തെരുവിലെ കാഴ്ചകൾ കണ്ട് ബസ് വരുന്നതും കാത്ത് ഞാൻ നിന്നു. ഈ വിചിത്ര രൂപികൾ ടൂറിസ്റ്റ് ബസ്സുകളാണ്. അമേരിക്കയിലെ ഭൂരിഭാഗം ടൂറിസ്റ്റ് ബസ്സുകളും ഇങ്ങനെയാണ്.
അത്തരമൊരു വികൃത രൂപിയിലാണ് ഞാനും യാത്ര ചെയ്യുന്നത്. ബസ് എത്തി. അതിൽ കയറി റോഡിയോ ഡ്രൈവിലൂടെ ബെവേർലി ഹിൽസിന്റെ സമ്പന്ന കാഴ്ചകളിലൂടെ സഞ്ചാരം തുടരുകയാണ്. നേരം 4 മണി കഴിഞ്ഞിരിക്കുന്നു. വെയിലിന്റെ ശക്തി കുറഞ്ഞു. അമേരിക്ക എന്ന സമ്പന്ന രാജ്യത്തെ അതിസമ്പന്നരുടെ ഷോപ്പിംഗ് തെരുവുകൾ. 19-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലത്ത് ഈ പ്രദേശമൊക്കെ മരിയ റീത്ത എന്ന ഒരു സ്ത്രീയുടെ ഉടമസ്ഥതയിലായിരുന്നു. അത് ബെവേർലി ഹിൽസിന്റെ രസകരമായ ചരിത്രമാണ്. ഇവിടെ 18 സ്ക്വയർ കിലോമീറ്റർ വരുന്ന പ്രദേശത്തിന്റെ ഉടമയായിരുന്നു മരിയ. അന്ന് ഈ ഭാഗത്തുണ്ടായിരുന്ന ആദിവാസികളുടെ ശല്യം സഹിക്കാതെ അവ ബെവേർലി ഹിൽസ് ബെഞ്ചമിൻ ഡേവിഡ് എന്നൊരാൾക്ക് വിറ്റു. ബെഞ്ചമിനാണ് ചെറിയ ചെറിയ പ്ലോട്ടുകളാക്കി ഈ പ്രദേശമാകെ മുറിച്ചുവിറ്റത്. ഹോളിവുഡിന്റെ പ്രൗഢിയിൽ സെലിബ്രിറ്റികൾ എത്തിത്തുടങ്ങിയതോടെ ബെവേർലി ഹിൽസിന്റെ നിയോഗം തന്നെ മാറി. എന്നെ ഹോട്ടലിന് മുന്നിൽ ഇറക്കാനാണ് ബസ് പോകുന്നത്. ക്രൗൺ പ്ലാസ ഹോട്ടൽ. ഡ്രൈവർക്ക് ചെറിയൊരു ടിപ്പൊക്കെ കൊടുത്ത് ഹോട്ടലിന് മുന്നിൽ ഞാൻ ബസ് ഇറങ്ങി. ഉടനെ തന്നെ എന്നെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോകാൻ ഒരു മിനി ബസ് എത്തും. മുറിയിൽ പോയി ബാഗെല്ലാം എടുത്ത് ചെക്കൗട്ട് ചെയ്ത് കാത്തിരിക്കുമ്പോൾ സൂപ്പർ ഷട്ടിൽ ബസ് എത്തി. അതിൽ ഡ്രൈവറുടെ തൊട്ടടുത്തുള്ള സീറ്റിൽ അയാളോട് കുശലം പറഞ്ഞുകൊണ്ട് ഇരിപ്പുറപ്പിച്ചു. മിനി ബസ്സിൽ വേറെ അധികം യാത്രികരില്ല. ഹോട്ടലുകളിൽ നിന്ന് ആളുകളെ പിക്ക് ചെയ്ത് എയർപോർട്ടിൽ എത്തിക്കുന്ന സർവീസാണ് സൂപ്പർ ഷട്ടിലിൻ്റേത്. ഇവരുടെ ഓഫീസിൽ നേരത്തെ വിളിച്ചറിയിച്ചാൽ വാഹനം ഹോട്ടൽ മുറ്റത്തെത്തും. ഒരു ട്രിപ്പിൽ പല ഹോട്ടലുകളിൽ നിന്നും ആളുകളെ കയറ്റിയാണ് പോവുക. അതുകൊണ്ട് ചെറിയ കാലതാമസമുണ്ടാകുമെങ്കിലും ഇത് സൗകര്യപ്രദമായ ഒരു സംവിധാനമാണ്. എയർപോർട്ടിൽ നിന്ന് ഹോട്ടലിലേക്ക് എത്താനും ഈ ബസ്സുകളെ ഉപയോഗപ്പെടുത്താം. ലോസ് ആഞ്ചലസിൽ വന്ന ദിവസം ഇത്തരമൊരു മിനി ബസ്സിലാണ് ഞാൻ ഹോട്ടലിലേക്ക് പോയത്. ടാക്സിക്ക് $50-60 കൂലി നൽകേണ്ടപ്പോൾ സൂപ്പർ ഷട്ടിലിന് $15 ചാർജ്. അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ചെലവ് ചുരുക്കാനുള്ള ഇത്തരം വഴികൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ പണം പോകുന്ന വഴി അറിയില്ല. സൂപ്പർ ഷട്ടിൽ ലോസ് ആഞ്ചലസ് ഇന്റർനാഷണൽ എയർപോർട്ടിന് മുന്നിലെത്തി. അതിവിശാലമായ എയർപോർട്ട്. ഇവിടെ സുരക്ഷാ കാരണങ്ങളാൽ ചിത്രീകരണം അനുവദിക്കില്ല. അതുകൊണ്ട് ഞാൻ ക്യാമറ ഓഫാക്കി. പിറ്റേന്ന് രാവിലെ 5 മണി. ന്യൂയോർക്കിലെ ജോൺ എഫ് കെന്നഡി എയർപോർട്ടിലിറങ്ങി പുറത്തേക്ക് നടക്കുകയാണ് ഞാൻ. ഈ വഴി ചെന്നെത്തുന്നത് ഇവിടുത്തെ എയർ ട്രെയിൻ എന്ന സംവിധാനത്തിന്റെ സ്റ്റേഷനിലേക്കാണ്. പൂർണ്ണ രൂപത്തിലുള്ള ഒരു ട്രെയിനല്ല. എയർപോർട്ടിൽ നിന്ന് ജമൈക്ക എന്ന പ്രദേശത്തെ റെയിൽവേ സ്റ്റേഷൻ വരെ പോകുന്ന ട്രെയിനാണിത്. $4 നൽകിയാൽ ഈ ട്രെയിനിൽ ജമൈക്കയിലെത്താം. ന്യൂയോർക്കിന്റെ പ്രാന്തഭാഗത്താണ് ജമൈക്ക. അവിടെയാണ് ഞാൻ ഹോട്ടൽ മുറി ബുക്ക് ചെയ്തിരിക്കുന്നത്. കുറേ ആളുകൾ കുഞ്ഞു ട്രെയിനിൽ കയറിയിട്ടുണ്ട്. 15 മിനിറ്റ് കൊണ്ട് ട്രെയിൻ ജമൈക്കയിലെത്തി. ജമൈക്ക റെയിൽവേ സ്റ്റേഷനാണിത്. സ്റ്റേഷന് പുറത്തിറങ്ങുമ്പോഴും നേരം പുലർന്നിട്ടില്ല. കുറച്ച് ബസ്സുകളൊക്കെ പാതയോരത്ത് കിടപ്പുണ്ട്. എയർ ട്രെയിനുകൾ ജമൈക്ക സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. തെരുവിലേക്കിറങ്ങി. ഇരുട്ട് വിട്ടകന്നിട്ടില്ല. ഇവിടെ അടുത്താണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടൽ. അതാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ തെരുവിലാണ് ഹോട്ടൽ എന്നറിയാം. അത് തിരഞ്ഞ് നടപ്പായി. ഒടുവിൽ ഹോട്ടൽ കണ്ടെത്തി. ക്വാളിറ്റി ഇൻ. ന്യൂയോർക്ക് സിറ്റിയിൽ ഹോട്ടൽ താമസം ചിലവേറിയതാണ്. ജമൈക്ക പോലുള്ള പ്രാന്തഭാഗങ്ങളിൽ ചെലവ് ചുരുങ്ങും. അതുകൊണ്ടാണ് ഈ ഹോട്ടൽ ബുക്ക് ചെയ്തത്. ഇവിടെ നിന്നും വെറും $5 നൽകിയാൽ ട്രെയിനിൽ ന്യൂയോർക്ക് സിറ്റി സെന്ററിലെത്താം. പ്രതീക്ഷയോടെ ഹോട്ടലിലേക്ക് കയറിയെങ്കിലും ചെറിയൊരു പ്രശ്നമുണ്ട്. ഉച്ച മുതലേ എനിക്ക് മുറി കിട്ടൂ. അതിനാൽ ലോബിയിലിരുന്ന് നേരം വെളുപ്പിച്ച് ഒന്ന് ഫ്രഷായി ലഗേജൊക്കെ ഹോട്ടലിൽ തന്നെ ഏൽപ്പിച്ച് പുറത്തിറങ്ങി. ന്യൂയോർക്ക് നഗരത്തിലേക്ക് പോകാനാണ് തീരുമാനം. വൈകിട്ട് വന്ന് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാം. വീണ്ടും റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുകയാണ്. പാലത്തിന് മുകളിലൂടെ എയർപോർട്ടിലേക്കുള്ള ട്രെയിൻ പോകുന്നത് കാണാം. സിറ്റിയിലേക്ക് പോകുന്ന ഒരു ട്രെയിനിൽ ഞാൻ ടിക്കറ്റ് എടുത്ത് കയറി. $5 ടിക്കറ്റ് എടുത്താൽ സിറ്റിയിലെത്താം. എന്നാൽ ഒരു ടാക്സി വിളിച്ചാണ് യാത്രയെങ്കിൽ $70 എങ്കിലും നൽകേണ്ടി വരും.
രണ്ടു നേരവും ഇങ്ങനെ $70 വീതം നൽകുന്നത് പാഴ്ചെലവാണ്. അതിനാലാണ് നാട്ടുകാർ സഞ്ചരിക്കുന്ന ട്രെയിനിൽ അവരിൽ ഒരാളായി സിറ്റിയിലേക്ക് പോകുന്നത്. നാം മെട്രോ ട്രെയിൻ എന്ന് വിശേഷിപ്പിക്കുന്ന തരം സിറ്റി ട്രെയിനാണിത്. നഗരത്തിലെ പെൻ സ്റ്റേഷനിലാണ് എനിക്കിറങ്ങേണ്ടത്. രാവിലെ ജോലി സ്ഥലത്തേക്ക് പോകുന്ന സാധാരണക്കാരായ അമേരിക്കൻ പൗരന്മാരാണ് ട്രെയിനിൽ കൂടുതലും. മാപ്പ് നോക്കി ഒരു നഗരത്തെയും അവിടുത്തെ പ്രധാന സ്ഥലങ്ങളെയും മനസ്സിലാക്കാൻ ശീലിച്ചാൽ നമുക്ക് ഇത്തരം നഗരങ്ങളിൽ കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യാം. ഒരു ടൂറിസ്റ്റ് എന്ന രീതിയിലാണ് യാത്രയെങ്കിൽ ടാക്സി കൂലി തുടങ്ങിയ ഇനങ്ങളിലായി വലിയ തുക നൽകി സഞ്ചരിക്കേണ്ടി വരും. എൻ്റെ യാത്രകൾ എപ്പോഴും അതാത് നാട്ടിലെ പ്രാദേശികമായ യാത്രാ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. അതുകൊണ്ടാണ് വളരെ ചുരുങ്ങിയ ചെലവിൽ എനിക്ക് യാത്രകൾ നടത്താനാവുന്നത്. ഇതിനകം 90 രാജ്യങ്ങളിൽ സഞ്ചരിക്കാൻ കഴിഞ്ഞതും അതിനാലാണ്. ട്രെയിൻ പെൻ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു. ഒരു ഭൂഗർഭ റെയിൽവേ സ്റ്റേഷനാണിത്. ന്യൂയോർക്കിന്റെ ഹൃദയമായ മാൻഹട്ടന്റെ ഭൂമിക്കടിയിലെ സ്റ്റേഷൻ. അവിടെ നിന്നും എസ്കലേറ്ററിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് കയറുകയാണ് ഞാൻ. സമയം 8:30 ആവുന്നതേയുള്ളൂ. എങ്കിലും സ്റ്റേഷനിൽ ജനത്തിരക്കുണ്ട്. ന്യൂയോർക്കിന്റെ 7th അവന്യൂവിലേക്കാണ് എത്തിയിരിക്കുന്നത്. 7th അവന്യൂവും 34-ാം നമ്പർ സ്ട്രീറ്റും ചേരുന്നിടത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അവന്യൂകളും സ്ട്രീറ്റുകളുമായാണ് നഗരത്തെ വിഭജിച്ചിരിക്കുന്നത്. പാതയോരത്തെ ഒരു കാഴ്ച ഇതാണ്. സ്യൂട്ടും ടൈയുമൊക്കെ അണിഞ്ഞ മിടുമിടുക്കന്മാർ പത്രം വിതരണം ചെയ്യുകയാണ്. സൗജന്യ വിതരണമാണ്. പച്ചക്കറി സ്റ്റാളുകൾ വരെയുണ്ട് തെരുവോരത്ത്. പത്രം വിൽക്കുന്ന വേറെയും ആളുകളുണ്ട്. ഞാൻ അവരെയൊക്കെ പിന്നിട്ടെത്തിയത് പ്രൗഢമാർന്ന ഒരു മന്ദിരത്തിനടുത്തേക്കാണ്. ഇതിവിടുത്തെ പോസ്റ്റ് ഓഫീസ് മന്ദിരമാണ്. ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പോസ്റ്റ് ഓഫീസിന്റെ ന്യൂയോർക്കിലെ പ്രധാന ഓഫീസാണിത്. ഇമെയിലുകളുടെ ഇക്കാലത്ത് പോസ്റ്റ് ഓഫീസുകൾക്ക് വലിയ പ്രസക്തിയൊന്നുമില്ലെങ്കിലും ഈ കെട്ടിടഗാംഭീര്യം കണ്ടു നിന്നു പോകും. ജെയിംസ് ഫാർലി പോസ്റ്റ് ഓഫീസ് എന്നാണ് ഇതറിയപ്പെടുന്നത്. 1912 നിർമ്മിക്കപ്പെട്ട ഈ മന്ദിരം അമേരിക്കയുടെ സംരക്ഷിത സ്മാരകങ്ങളിൽ ഒന്നാണ്. 2009 വരെയും വർഷത്തിൽ എല്ലാ ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചിരുന്ന ഈ പോസ്റ്റ് ഓഫീസ് ഇപ്പോൾ രാവിലെ 8 മുതൽ രാത്രി 10 മണി വരെയായി സമയം ക്രമപ്പെടുത്തിയിരിക്കുകയാണ്. കൃത്യമായ ഒരു ലക്ഷ്യത്തോടെയല്ല നടത്തം. ന്യൂയോർക്കിന്റെ കാഴ്ചകളിലേക്ക് ഇത്ര രാവിലെ തന്നെ ഇറങ്ങാൻ ഉദ്ദേശിച്ചിരുന്നതുമല്ല. തെരുവുകളിൽ ജനത്തിരക്ക് തുടങ്ങിക്കഴിഞ്ഞു. ന്യൂയോർക്ക് നഗരം സജീവമാവുകയാണ്. ലോകത്തിന്റെ സാമ്പത്തിക സ്ഥിരാകേന്ദ്രമാണ് ന്യൂയോർക്ക്. ബിസിനസിന്റെ ലോക തലസ്ഥാനം. ഇവിടെ ഓഫീസില്ലാത്ത മൾട്ടിനാഷണൽ കമ്പനികളില്ല. ലോകത്തിന്റെ നാനാ കോണുകളിൽ നിന്നും ടൂറിസ്റ്റുകൾ വന്നു നിറയുന്ന നഗരം കൂടിയാണിത്. അവർക്ക് വേണ്ടിയുള്ള ബസ്സുകൾ ഇന്നത്തെ സർവീസ് തുടങ്ങിക്കഴിഞ്ഞു. ബസ്സുകളിലേക്കുള്ള ടിക്കറ്റ് വിൽക്കുന്നവരാണ് ഇവരൊക്കെ. ന്യൂയോർക്ക് സൈറ്റ് സീയിങ്ങിന്റെ ചുവപ്പൻ ബസ് ആളുകളുമായി നീങ്ങുന്നു. ഞാൻ തെരുവിലൂടെ വീണ്ടും മുന്നോട്ട് നടക്കുകയാണ്. മുൻപ് 2-3 തവണ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. അതിനാൽ തന്നെ ന്യൂയോർക്ക് നഗരത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ ഞാൻ ഈ നഗരത്തെ കൂടുതലായി മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഒരു പ്രശസ്തമായ കെട്ടിടം തേടിയായിരുന്നു എൻ്റെ നടത്തം. അത് ഇതുതന്നെയാണ്. ലോകപ്രശസ്തമായ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ്. ഏതാണ്ട് 50 വർഷക്കാലം ലോകത്തെ ഏറ്റവും ഉയരമുള്ള കെട്ടിടം ഇതായിരുന്നു. 443 മീറ്റർ ഉയരത്തിൽ 102 നിലകളുമായി അതങ്ങനെ തലയുയർത്തി നിൽക്കുന്നു. 1931 മുതൽ 70 വരെയും ഇതിന്റെ ഉയരത്തെ വെല്ലാൻ മറ്റൊരു കെട്ടിടം ഭൂമിയിലുണ്ടായിരുന്നില്ല. ചുവട്ടിൽ നിൽക്കുമ്പോൾ ഇതിന്റെ പൂർണ്ണമായ ഉയരം കാണാനാവില്ല. അതിനായി ബിൽഡിംഗിന്റെ മുൻഭാഗത്തേക്ക് നടക്കുകയാണ്. ഏതാണ്ട് 1/4 ഭാഗം വരെയുള്ള നിലകൾ മാത്രമാണ് കാഴ്ചയിൽ. ആദ്യം എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗിൽ നിന്നാവട്ടെ ന്യൂയോർക്കിന്റെ കാഴ്ചകളിലേക്കുള്ള യാത്ര എന്ന് ഞാൻ തീരുമാനിച്ചു. 2 സ്ട്രീറ്റുകൾക്കിടയിലെ വിശാല പ്രദേശമാകെ നിറഞ്ഞു നിൽക്കുകയാണ് എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ്. അതിശയകരമായ വേഗത്തിൽ പണിതു തീർത്ത മന്ദിരം. 3400 തൊഴിലാളികൾ 2 വർഷം കൊണ്ടാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. USA-യുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള വിദഗ്ധ തൊഴിലാളികളും യൂറോപ്പിൽ നിന്ന് കുടിയേറിയെത്തിയവരുമൊക്കെ നിർമ്മാണ ജോലികളിലെ പങ്കാളികളായിരുന്നു.
അക്കാലത്തെ അത്ഭുതകരമായ നിർമ്മാണ വേഗമായിരുന്നു ഇതിൽ കണ്ടത്. ഒരു ഘട്ടത്തിൽ ഓരോ ദിവസവും ഒരു നില എന്ന വേഗത്തിലാണ് ഇത് പണിത് കയറിയത്. ഇരുമ്പുകൊണ്ടുള്ള ചട്ടക്കൂട് പണിയാൻ മോൺട്രീലിൽ നിന്നുള്ള മൊഹാക് കൊല്ലന്മാരെയാണ് നിയോഗിച്ചിരുന്നത്. അത്ഭുതങ്ങളുടെ ബിൽഡിങ്ങിന് ചുവട്ടിൽ അതിനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഞാൻ. ഇനി അതിനു മുകളിലേക്ക് കയറണം.